സങ്കീർത്തനം 56 അധ്യായം 8 അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എന്റെ കണ്ണീർ കടന്ന് അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ദീപ എന്നാണ്. എൻ്റെ ലൈഫിൽ കുറേ കഷ്ടപ്പാടും കണ്ണീരുകളും കൊണ്ട് ആകെ വലഞ്ഞ ഒരു സമയമുണ്ട്. ആ സമയത്ത് ഞാൻ എപ്പോഴും കർത്താവിനോട് ചോദിക്കും, കർത്താവേ വൈ മീ എന്ന്. ബിക്കോസ് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു, കൊന്ത ചെല്ലുന്നു, പള്ളിയിൽ പോകുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മാത്രം ഓപ്പോസിറ്റായിട്ട് നടക്കുന്നത് എന്തുകൊണ്ടെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതോർത്തിട്ട് ഞാൻ പല രാത്രികളും കരഞ്ഞ് ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്കൊരു ജസ്റ്റ് ഒരു ഉൾവിളി പോലെ തോന്നി. ഓക്കെ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഓക്കെ, ഇനി ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിടാമെന്ന് പറഞ്ഞു ഞാൻ ഈശോയ്ക്ക് അതെല്ലാം സറണ്ടർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഈശോയെ എന്റെ ആഗ്രഹങ്ങളൊക്കെ ഇതാണ്, പിന്നെ ഇത് എന്റെ ആഗ്രഹങ്ങൾ ഇതാണ്, പക്ഷെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇതെനിക്ക് സാധിച്ചതാ, ഞാൻ ഇതിനു വേണ്ടി ഇനിയും പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ എന്റെ ജീവിതത്തിൽ മിറക്കിൾ നടക്കാൻ തുടങ്ങി. ഓരോന്നും ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഐ ക്യാൻ ഫീൽ ദാറ്റ് മിറക്കിൾ ഇൻ മൈ ലൈഫ്. ഇന്ന് നടന്ന ഒരു സംഭവം പറയാൻ വേണ്ടിയാണ് ആക്ച്വലി ഞാൻ ഇന്ന് വീഡിയോ എടുത്തത് തന്നെ. ഇന്ന് എൻ്റെ വർക്കിൽ എനിക്കൊരു ഇനി എൻ്റെ ഒരു റിന്യൂവലൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് എമൗണ്ട് വേണം. അത് യൂഷ്വലി ഇവർ തരത്തില്ലെന്ന്, ഓർഗനൈസേഷൻ അത് അപ്രൂവ് ചെയ്ത് തരത്തില്ല, ഫുൾ എമൗണ്ട് ഒന്നും തരത്തില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി വറീഡ് ആയിരുന്നു. അപ്പോൾ ഞാനത് എത്ര നാളത്തെ സാലറി വെച്ച് എങ്ങനെ റിന്യൂ ചെയ്യും, അങ്ങനെ കുറച്ച് ആകെ ഡൗട്ടിലൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. ഭയങ്കര ഇച്ചിരി ടെൻഷനായിരുന്നു. ബട്ട് ഞാൻ ഓക്കെ ഐ ക്യാൻ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ് അങ്ങ് വിടുക. ഇന്ന് ഞാൻ ഡ്യൂട്ടി നിൽക്കുമ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറയാം, ഡോണ്ട് വറി, നീ നിന്റെ കയ്യിൽ നിന്ന് 5 പൈസ പോലും എടുക്കണ്ട, ഫുൾ പേയ്മെന്റും ആ ഓർഗനൈസേഷൻ തന്നെ പേ ചെയ്തോളാം. ഞാൻ അങ്ങ് വണ്ടറായി. അതായത് നമ്മൾ കാണുന്നതിലും അപ്പുറമായിട്ട് ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണോ എന്ന കാര്യം എനിക്ക് അപ്പം മനസ്സിലായി. ഞാനപ്പോൾ ഒത്തിരി താങ്ക് യു ആ ഓർഗനൈസേഷനല്ല പറഞ്ഞത്, ദൈവത്തിനാണ് പറഞ്ഞത്. കാരണം ദൈവത്തിന് അറിയാം എനിക്ക് അതിനെപ്പറ്റി ആൻസൈറ്റിയും സ്ട്രെസ്സും ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പക്ഷേ അതിനുവേണ്ടി പ്രാർത്ഥിച്ചില്ല. പക്ഷേ ദൈവം അത് മനസ്സറിഞ്ഞു എനിക്ക് നടത്തി തന്നു. സോ അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ നമ്മുടെ കഴിവ് വെച്ച് നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ അത് സറണ്ടർ ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ദൈവം അത് ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മുടെ ലൈഫിൽ തരും. താങ്ക് യു. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്.